ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ നിന്ന് അരിയുണ്ട് കേട്ടോ. വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ടേ, കുട്ടികളൊക്കെ വീട്ടിലുള്ളതല്ലേ, അപ്പം വൈകുന്നേരം ഞാൻ ചായക്ക് അരിയുണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ ചുമന്ന അരി ഉണ്ട് താനും. അപ്പോൾ ഞാൻ എന്താ ചുമന്ന അരിയൊക്കെ എടുത്ത് എല്ലാ പണിയും കഴിഞ്ഞിട്ടോ എള്ളുണ്ടേൻ്റെ. ഇനിയിപ്പോൾ ഒന്ന് കുഴച്ച് വെച്ചാൽ മാത്രം മതിയേ, ഉരുട്ടിയിട്ട്. അപ്പോഴാണ് പിന്നെയാണ് ഞാൻ ഓർത്തത് വീഡിയോ ഒന്ന് എടുത്ത് നിങ്ങളെയൊന്ന് കാണിക്കാമല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന അരിയുണ്ട. അപ്പോൾ ഇതാ ഞാൻ എന്തൊക്കെയാണ് ഇതിൽ ചേർത്തത്. ചുമന്ന അരി ഉണ്ടല്ലോ, അതൊരു 3/4 ഗ്ലാസ് ഞാൻ നന്നായിട്ട് വറുത്ത് പൊടിച്ചു കേട്ടോ. വറുത്ത് പൊടിച്ചതിലേക്ക് ഞാൻ അരമുറി തേങ്ങ ചേർത്തിട്ടുണ്ട്. പിന്നെ ശർക്കര ഞാൻ ഒരു 6 അച്ചില്ലേ, 6 അച്ച് ഞാനൊന്ന് ശർക്കര ഉരുക്കിയിട്ടാട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിക്കാറ്. ശർക്കര ഉരുക്കി അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലക്കായ ഒരു 4 എണ്ണം ചേർത്തു. പിന്നെ ഏലക്കായ, പിന്നെ ഞാനെന്താണ് ഈ ബദാം, പിസ്ത, കാഷ്യൂനട്ട്, പിന്നെ ഇതില്ലേ ഫ്ലാക്സ് സീഡ് ഒക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അതൊക്കെ വറുത്ത് പൊടിക്കുക ചെയ്യുക. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് എത്രയാണോ നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചേർക്കുക. ഇല്ലെങ്കിൽ അരിയും തേങ്ങയും അണ്ടിപ്പരിപ്പ് ഇല്ലേ അത് വറുത്ത് പൊടിച്ചത് ഉണ്ടെങ്കിലും മതി കേട്ടോ. ഏലക്കായും ശർക്കര ഉരുക്കിയതും. ഇപ്പോൾ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ്, കാഷ്യൂനട്ട് ആയാലും ഈ ബദാം, പിസ്ത അതൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക ചെയ്യുക, ഇവർ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്ക് എടുക്കുക ചെയ്യുക ഞാൻ. അപ്പോൾ ഇതെല്ലാം അണ്ടിപ്പരിപ്പും ബദാമും പിസ്തയൊക്കെ നന്നായി വറുത്തിട്ട് ഇതിലേക്ക് പൊടിച്ച് ഇതിലേക്ക് ചേർക്കും. അപ്പോൾ എന്താണെന്നറിയോ, ഇത് ഈ പിള്ളേർ അറിയൂല, ഞാനിങ്ങനെ ഉരുട്ടി വെക്കുന്നതല്ലേ. അപ്പം മക്കളെടുത്ത് കഴിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊന്നും അവർ ശ്രദ്ധിക്കില്ല. അവർ വൈകുന്നേരം ചായക്ക് നല്ല മധുരം ഉണ്ടല്ലോ, ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് കഴിക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അത് ചൂടോട് കൂടിയിട്ടോ ശർക്കര ഞാൻ ഉരുക്കിയത് ഞാൻ ഒഴിച്ചത്. അപ്പോൾ ഇതാ നല്ല ചൂട് തന്നെ ഇതിങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കണേ. എന്നിട്ടിങ്ങനെ നന്നായിട്ടിങ്ങനെ ഉരുട്ടിയെടുക്കണം. ഞാൻ അങ്ങനെ ഇങ്ങനെ ഉരുട്ടിയിട്ട് വായിലിട്ട് അതിങ്ങനെ അലിഞ്ഞു പോവും. ചിലർ ഇങ്ങനെ അരി വറുക്കത്ത് പൊടിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ചൊരു കടിക്കുന്ന രീതിയിൽ ചെയ്യും കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര ഉറപ്പായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുമല്ലോ, ഇങ്ങനെ ഭയങ്കര കുറച്ച് കടിച്ചാൽ പൊട്ടാത്ത മാതിരിയുള്ളേ, അങ്ങനെയല്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇതിൻ്റെ. ഇത് കണ്ടാൽ തന്നെ അറിയാതാ, ഇത് വായിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ അലിഞ്ഞു പോവും. അങ്ങനത്തെ ഇതാട്ടോ. ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ഉരുളകളാക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിങ്ങനെ ഓരോന്നെടുത്ത് കഴിക്കുകയും ചെയ്യും. അത് തീരുന്നത് അറിയില്ല. നമുക്കായാലും നല്ലതാണ്, ശർക്കരയല്ലേ, വേറെ പഞ്ചസാരയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഉരുട്ടി വെക്കുക കേട്ടോ ഓരോ ഉരുളകൾ. ഇങ്ങനെ ഉരുട്ടാൻ ലേശം ഒരു സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ വലിയ പണിയൊന്നും ഇല്ല. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ് അത്. ഉരുള ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് എടുത്തിട്ട് ഞാൻ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല ചെറിയ ഉരുള ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ശരിക്കും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. എന്നാലും തേങ്ങ ചേർത്തതല്ലേ, ഒരു 3-4 ദിവസത്തിനൊന്നും ആവില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമുണ്ടാവില്ല. എല്ലാവരും പല രീതിയിലേക്കും ഇത്. എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാത്തത് കൊണ്ടേ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ തണുപ്പൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ താമസിക്കുന്നവർക്ക് അറിയാം, അങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കണം. കഴിച്ചില്ലെങ്കിൽ നമ്മൾ തണുപ്പിൽ നിന്ന് പ്രതിരോധിക്കാനും ഒക്കെയാണ് നമ്മളിത് ആ തണുപ്പത്ത് ഒക്കെ കഴിക്കുന്നത്. പക്ഷെ കുട്ടികൾക്ക് അതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ അവരെ പറ്റിക്കാനും ഉള്ളൊരു ട്രിക്കാണിത്. അപ്പോൾ അവരത് അറിയാതെ അവർ കഴിച്ചോളും. കാഷ്യൂനട്ട് കൂടുതൽ ഇടുകയാണെങ്കിൽ വറുത്ത് പൊടിച്ചിട്ട് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇവിടെ ശർക്കരേൻ്റെതായതുകൊണ്ട് കുട്ടികൾക്കും ഇഷ്ടമാണ് ശർക്കരേൻ്റെ മധുരം.
അതുകൊണ്ട് ഞാൻ കുറച്ചൊന്നും കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം കറക്റ്റായിട്ട് എന്തൊക്കെയാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും മനസ്സിലായിക്കൊള്ളണമെന്നൊന്നുമില്ല. അരിയുണ്ട ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി ഉണ്ടാക്കുമ്പോൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ഞാൻ ആദ്യം മുതലേ വീഡിയോ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് വായിലിട്ട് അങ്ങനെ അലിഞ്ഞു പോകുന്ന, ഇങ്ങനെ വായിലിട്ട് അങ്ങനെ ഉറപ്പുള്ളതല്ലല്ലോ, സോഫ്റ്റ് ആയതുകൊണ്ട് കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ല ഇഷ്ടമായിരിക്കും. അവർ വായിലിട്ട് കുറച്ച് കഴിയുമ്പോഴത്തെ അത് അലിഞ്ഞു പോകും. മോൻ എന്താ വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ വന്ന് അമ്മ എന്താ ഉണ്ടാക്കണമെന്നുള്ളത് നോക്കുക കേട്ടോ. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ അവൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്നാണ് രാവിലെ തന്നെ നോക്കുക. അമ്മ എന്താണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ഒക്കെ നോക്കുന്നതാണ്. അപ്പോൾ ഞാനിന്ന് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് അരിയുണ്ട ഉണ്ടാക്കിയത്. നമ്മളുണ്ടാക്കിയ ഒരു 10-25 ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടു. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. എന്തൊക്കെയാണ് സാധനങ്ങൾ ചേർത്തത് അങ്ങനെയുള്ള. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ എടുത്തതാണ് ഈ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്